തൊഴിലുറപ്പ് പദ്ധതി ഇന്നു മുതൽ അതിൻ്റെ സമ്പൂർണ്ണമായി പേരുമാറി ഓടുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈസ് ദ ഓവർഹാൾഡ് ആൻഡ് ഡിജിറ്റഡ് വേർഷൻ ഓഫ് MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അനെ, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. VBG റാംജി വികസിത് ഭാരത് VB ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് ഇതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മാറുന്നുണ്ട്. അതായത് ഡെയിലി വേജസ് എന്ന് പറയുന്നത് നാഷണൽ ആവറേജ് ഡെയിലി വേജസ് 327 രൂപ വരും. പിന്നെ സ്റ്റേറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി പൈസ വരും. അതിൻ്റെ 100 ദിവസമായിരുന്നു ഇപ്പോഴുണ്ടായിരുന്ന ജോലി തൊഴിലുറപ്പിലെങ്കിൽ ഇത് 125 ദിവസമാകുന്നു. അതുപോലെ തന്നെ പിന്നെ നാഷണൽ ആവറേജ് 327 കണക്കാക്കുക. നേരത്തെ 300 ആയിരുന്നു, അത് 327 ആവറേജ് കണക്കാക്കുക. പക്ഷേ പല സ്റ്റേറ്റിലും ചെറിയ വ്യത്യാസം വരും. അതുപോലെ തന്നെ വാട്ടർ കൺസർവേഷൻ്റെയും വാട്ടർ സെക്യൂരിറ്റിയുടെയും റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ലൈവ്ലിഹുഡ് ക്രിയേഷൻ്റെയും ക്ലൈമാറ്റ് റെസിലിയൻസിൻ്റെയും കാലാവസ്ഥാ പുനഃസ്ഥാപനത്തിൻ്റെയും ഒക്കെ മേഖലയിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുപോലെ ഒരു ഡിജിറ്റൽ ഗവേണൻസ് വളരെ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബയോമെട്രിക് അറ്റൻഡൻസ് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ജിയോ ടാഗിംഗ് ഉണ്ട്. AI ബേസ്ഡ് ആയിട്ടുള്ള ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്. തെറ്റുകൾ കാണിച്ചാൽ, അഴിമതിയൊക്കെ കാണിച്ചാൽ കണ്ടുപിടിക്കാനുള്ള AI അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ ടെക്നോളജി പ്ലാനിംഗ് വ്യായായ PM ഗതി ശക്തി ഫ്രെയിംവർക്ക്, അതായത് പ്രൈം മിനിസ്റ്റർ ഗതി ശക്തി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിനകത്ത്, ഒരു ഫ്രെയിംവർക്കിനകത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അൾട്രാ മോഡേൺ ആയിട്ടാണ്. പഴയതുപോലുള്ള അത്ര എളുപ്പമല്ല ഇതിനകത്ത് അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അതിനൊരു സ്ട്രിക്റ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. യൂട്ടിലൈസേഴ്സ് വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് വർക്ക് ലോക്കലി. ഗ്രാമപഞ്ചായത്തുകൾ തന്നെയാണ്, നേരത്തെ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഗ്രാമപഞ്ചായത്തുകളാണ് ഇതിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 60% തുക കേന്ദ്ര സർക്കാരും 40% തുക കേരള സർക്കാരും ഇടണം, എല്ലാ സംസ്ഥാനങ്ങളും. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ചെറിയ ഇളവ് എല്ലാ കാലവും കൊടുക്കും. ഒരു 90-10 ആണ്. 90% കേന്ദ്ര സർക്കാർ എടുക്കും, ബാക്കി 10% മാത്രം ആരെടുത്താൽ മതി, സർക്കാർ എടുത്താൽ മതി. അത് അവർക്കുള്ളൊരു ഇതാണ്. അറ്റൻഡൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ദിവസത്തെ അറ്റൻഡൻസ്, അതുപോലെ തന്നെ എത്ര വർക്കേഴ്സ് പ്രസൻ്റായി, എല്ലാം നമുക്ക് ഇതിൻ്റെ നാഷണൽ ലെവലിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ കിട്ടും. അതുകൊണ്ട് തന്നെ മോണിറ്ററിംഗ് സംവിധാനത്തിൽ കിട്ടും. ഓരോ ദിവസവും എത്ര പേരനാണ് ജോലിക്ക് കയറുന്നത്, എന്താണ് അതിൻ്റെ നിയമം എന്നെല്ലാം വളരെ കൃത്യമായി കിട്ടുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ 15 ദിവസത്തിനകത്ത് ജോലി ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകത്ത് ജോലി കൊടുക്കണം. ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ഈ ജോലി കൊടുക്കേണ്ട ശമ്പളം കൊടുക്കണം, ആനുകൂല്യം കൊടുക്കണം, അല്ലെങ്കിൽ പെനാലിറ്റി ഉണ്ട്. അങ്ങനെ വളരെ വളരെ ഒരു വശത്ത് നല്ല രസകരമാണ്, മറുവശത്ത് കുറച്ച് സ്ട്രിക്റ്റുമാണ് കാര്യങ്ങൾ. ആ തരത്തിൽ ഇന്ന് മുതൽ വികസിത് ഭാരത് എന്ന് പറയുന്ന പുതിയ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് പറയുന്ന പുതിയ VBG റാം എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലേക്ക് മാറുകയാണ്. കേരളത്തിൽ ബഡ്ജറ്റിൽ പുതുക്കിയ ബഡ്ജറ്റിൽ ഇതിനുള്ള തുക ബഡ്ജറ്റിൽ വച്ചിട്ടുണ്ട്. 40% തുക വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ 5000-ഓളം വരുന്ന തൊഴിലുറപ്പിൻ്റെ ജീവനക്കാരും തൊഴിലുറപ്പ് സംവിധാനവും വളരെ ഗൗരവമായി ഈ സമയത്ത് ഇടപെടേണ്ടുന്ന ഒരു മേഖലയാണ്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവും കിണർ റീചാർജുമൊക്കെ ശക്തമായി ചെയ്യണം. കാരണം നമുക്ക് എൽനിനോ പ്രതിഭാസമുള്ളത് കൊണ്ട് ഇപ്രാവശ്യത്തെ മഴ കുറയുകയാണ്. ജൂലൈയിലും മഴ കുറയുമെന്നാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ VBG റാംജിയുടെ കൃത്യമായ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരും ഈ സംവിധാനങ്ങൾ പോകേണ്ടതുണ്ട്. വലിയ ക്യാമ്പയിനുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് VBG റാം എന്ന് പറയുന്ന ഈ പദ്ധതി കൃത്യമായി സംസ്ഥാനത്ത് നടക്കട്ടെ. അതിനകത്ത് കൂടുതൽ ദിവസം 125 ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റും. ശമ്പളം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 15 ദിവസം എന്നുള്ളത് ജോലി കിട്ടുന്നതിലൊരു കുറച്ചുകൂടെ ഒരു സസ്റ്റൈനബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്യാരണ്ടി ഉണ്ട്.
പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാലിഡേഷനാണ്. നിയമ നടപടികൾ വളരെ സ്ട്രിക്റ്റാണ്. അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ജിയോ ടാഗിങ് ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ വെച്ച് ജിയോ ടാഗ് ചെയ്യുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും അറ്റൻഡൻസൊക്കെ ഈ GPS ഒക്കെ പ്രവർത്തിച്ചാൽ മാത്രമേ, ലൊക്കേഷനൊക്കെ കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും അത് അങ്ങനെ കിട്ടുന്നിടത്ത് വെച്ച് ചെയ്യേണ്ടി വരും. കാരണം അതൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിലും അങ്ങനെ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നല്ല വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ, ലാൻഡ് വാട്ടർ ബയോമാസ് മാനേജ്മെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ. ഞാനീ പറഞ്ഞ പോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും വാട്ടർ കൺസർവേഷനും വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളും അതീവ ഗൗരവപരമായി സ്റ്റേറ്റിൽ ആരംഭിക്കണം. അതിലൂടെ മാത്രമേ ഇതിലൊരു രക്ഷ പിടിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് മഴ കുറയുന്ന ഒരു കഥയാണ് നമുക്ക് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെ മാലിന്യ സംസ്കരണ കാര്യങ്ങളിലേക്കും ജലസംരക്ഷണ കാര്യങ്ങളിലേക്കും ഒന്ന് തിരിച്ചുവിട്ടാൽ കേരളത്തിൽ 2 പ്രശ്നങ്ങൾ ഗൗരവമായി പരിഹരിക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവരെ വെച്ചുകൊണ്ട് ലേബർ സർവീസ് സൊസൈറ്റികൾ ഉണ്ടാക്കിയാൽ നാട്ടിലെ മറ്റ് തൊഴിൽ ചെയ്യുന്നതിനും ഇവരുടെ സേവനം കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ 125 ദിവസത്തിനപ്പുറം 365 ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്രയും ദിവസം ഇവർക്ക് തൊഴിലുറപ്പുകാർക്ക് തൊഴിലെടുക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് വകുപ്പിൽ നിന്നുണ്ടാകട്ടെ. എന്തായാലും തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് മുതൽ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും മാറുമ്പോഴും 125 ദിവസം ജോലി കിട്ടാൻ അവസരമുണ്ടെന്ന് പറയുമ്പോഴും അതിന് പഞ്ചായത്തുകൾ നന്നായി പ്ലാൻ ഉണ്ടാക്കിയേ കഴിയൂ. അതുപോലെ ഈ സംവിധാനം നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ 125 ദിവസം കൊടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും അതുപോലെ വാട്ടർ കൺസർവേഷനും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്കോപ്പ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. ഗൗരവമായി അത് പരിഗണിച്ച് എല്ലാവരും മുന്നോട്ട് നീങ്ങുക. തൊഴിലാളികൾ ഇന്നു മുതൽ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെടുക. നിങ്ങൾ ഇതിൻ്റെ സഭകളുണ്ട്, തൊഴിൽ ഉറപ്പിന് അതിനുവേണ്ടി ഗ്രാമസഭകളുണ്ട്, പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തിലും ഇന്നു മുതൽ തൊഴിലുറപ്പ് വീണ്ടും സജീവമാകട്ടെ. ഇടയ്ക്കൊരു ട്രാൻസിഷൻ പീരീഡിൽ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനൊക്കെ മാറിയെന്ന് മനസ്സിലാക്കുന്നു. കൃത്യമായി ഇന്നു മുതൽ പുതിയ പദ്ധതി പുതിയ രൂപത്തിൽ നടപ്പിലാക്കുന്നത് ഭംഗിയായി നടക്കട്ടെ.